കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതി കൈവരിക്കാനായെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിനാണുള്ളതെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിട ഉദ്ഘാടനവും സ്കൂളിന്റെ 100ാം വാർഷിക പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തീർത്ഥാടന മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചെന്നും അതിന്റെ ഫലമായി 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ന് ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഈ സ്കൂളിനുള്ള ഒരു 100ാം വാർഷിക സമ്മാനമാണ്. 1,20,00,000 രൂപ വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഫണ്ടിൽ, പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് അനുവദിച്ചത്. ആ തുക വിനിയോഗിച്ച് നല്ല മനോഹരമായ സൗകര്യപ്രദമായ ഒരു കെട്ടിടം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ പ്രഖ്യാപിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ച 1.20 കോടി രൂപ ചെലവഴിച്ചാണ് ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ കെട്ടിടം നിർമ്മിച്ചത്. 2 നിലകളിലായി 8 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്. പരിപാടിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല ബിരാൻകുട്ടി അധ്യക്ഷയായി. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TK സുധീഷ് കുമാർ, TK സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, TK അഖില, പഞ്ചായത്ത് അംഗങ്ങളായ ആനി വിനു, സിജി ബാബു, AEO K പ്രസാദ്, BPCP ദേവരാജ്, HSS പ്രിൻസിപ്പൽ ഡോക്ടർ ഷെജീന ഷുക്കൂർ, പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, PTA പ്രസിഡന്റ് VS ശിവാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.